മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി. അള്ളാഹുവിന് വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേത്. 1950 ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരു ഉദ്ദേശമില്ല. ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് നൽകിയ ഭൂമി വഖഫ് അല്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നിരീക്ഷണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, വഖഫിൻ്റെ വാദങ്ങളൊക്കെ പൊളിക്കുന്നുണ്ട് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്, അല്ലേ? അതെ ഷാജ്, അതായത് മുൻപ് ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവിൽ തന്നെയാണ് അന്തിമ ഉത്തരവിൽ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. നിലവിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഈ വഖഫ് ബോർഡിനും വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഭൂമി വഖഫായി പ്രഖ്യാപിച്ച 2019 നീക്കം അത് ഏകപക്ഷീയമായി പോയി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഭൂമി കൈമാറിയ 69 വർഷത്തിന് ശേഷമാണ് വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഭൂമി തിരിച്ചുപിടിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചത്. അത് നീതീകരിക്കാനാകാത്തൊരു കാലതാമസം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഭൂമി നൽകിയ സമയം മുതൽ തന്നെ ഇത് ഭൂമി വഖഫിന്റേതാണെങ്കിൽ അത് തിരിച്ചുപിടിക്കാനായിട്ടുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കാതിരുന്നത്? അതിൽ അനിയന്ത്രിതമായിട്ടുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് ആകാത്തതാണ് എന്നാണ് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഭൂമി തട്ടിയെടുക്കാനായിട്ടുള്ള ഒരു തന്ത്രം ആണ് വഖഫ് ബോർഡിന്റേത് എന്നുള്ള ഒരു വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ പ്രസക്തമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മുനമ്പത്ത് മാത്രമല്ല ഭാരതത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഭൂമി വഖഫിന്റേതാണെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള നടപടികളും ബോർഡിന്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് കേരള ഹൈക്കോടതി ഈ ഭൂമി തട്ടിയെടുക്കാനായിട്ടുള്ള ഒരു തന്ത്രം വഖഫ് ബോർഡ് പയറ്റുന്നുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാം എന്നുള്ള ഒരു പരാമർശം ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഹർജി വന്ന സമയത്ത് സംസ്ഥാന സർക്കാരാണെങ്കിൽ പറഞ്ഞത് ഈ ശുപാർശകളൊക്കെ തന്നെ നൽകാനായിട്ടുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനുള്ളത്. പക്ഷെ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പക്ഷേ അതിന് കഴകവിരുദ്ധമായിട്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശമായിട്ടല്ലെങ്കിൽ കൂടി പരാമർശം നടത്തിയിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ശുപാർശകൾ, ആ ശുപാർശകൾ നടപ്പാക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ അല്ലാഹുവിന് വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വഖഫ് ഭൂമിയല്ല എന്നുള്ള ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പുറത്തു വന്നിട്ടുള്ളത്. 1950 ഈ ഭൂമി കൈമാറ്റ രേഖകൾ ഉണ്ട്. ആ 1950 ഭൂമി കൈമാറ്റ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അതിൽ ഒരു ഭൂമിയായിട്ട് വേണം, അല്ലെങ്കിൽ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഒരു വഖഫ് ഭൂമിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബാംഗങ്ങൾ, ഈ സിദ്ദിഖ് സേട്ടിന്റെ പിന്മുറക്കാർ ഈ ഭൂമി നൽകുന്ന സമയത്ത് അത് വഖഫിന് വേണ്ടി എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുനമ്പത്തേത് വഖഫ് ഭൂമിയായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്തായാലും മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനൊക്കെ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ച അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, വഖഫ് ബോർഡിന്റേത് ഒരു തന്ത്രമാണ്, ഭൂമി തട്ടിയെടുക്കാനായിട്ടുള്ള തന്ത്രമാണ്. 69 വർഷം കാലതാമസം എടുത്തു വഖഫാണ് ഈ ഭൂമി എന്ന് പ്രസ്താവിക്കാനായിട്ടും അതിന്റെ നടപടി സ്വീകരിക്കാനായിട്ടും വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് അനിയന്ത്രിതമായിട്ടും, അതായത് ഒരു വലിയ രീതിയിൽ നീതീകരിക്കാനാകാത്ത കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ആദ്യഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കാതിരുന്നത്? അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് വഖഫ് ബോർഡിന് സാധിച്ചിരുന്നില്ല. എന്തായാലും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ തുടരാമെന്നുള്ള ഉത്തരവിൽ തന്നെയാണ് ഹൈക്കോടതി വഖഫ് ബോർഡിനെ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഭൂമി വഖഫ് അല്ല എന്ന് ഹൈക്കോടതി പറയുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിനെ അടക്കം പ്രസക്തമാക്കുകയും ബാധിക്കുകയും ചെയ്യും. എന്തായാലും സംസ്ഥാന സർക്കാരിന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട്, അതിലെ ശുപാർശകൾ അത് നടപ്പിലാക്കാനായിട്ടുള്ള ബാധ്യത കൂടി ഉണ്ട് എന്ന് ഹൈക്കോടതി അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇതില്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയുള്ളത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണ്. ഭൂമി തിരിച്ചെടുക്കൽ വ്യവസ്ഥ വന്നതോടെ അത് വഖഫല്ലാതായി. അതായത് എല്ലാ കാലത്തും വഖഫായി നിശ്ചയിക്കപ്പെട്ട ഭൂമിയല്ല, അതിന് കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട് ഉത്തരവിൽ. അങ്ങനെയല്ലേ കരുതേണ്ടത്? അതെ, അതായത് ഇത് കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് 1950 കാലഘട്ടത്തിലെ ഭൂമി കൈമാറ്റ രേഖകൾ അതിൽ ഈ വഖഫായിട്ട് ഈ ഭൂമി കണക്കാക്കുന്ന ഒരു ഉദ്ദേശവും ഇല്ല എന്ന് തന്നെയാണ്. അതായത് ഈ സിദ്ദിഖ് സേട്ട് ഈ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകുന്ന സമയത്ത് ഇത് അല്ലാഹുവിന് വേണ്ടിയിട്ട് പൂർണ്ണമായി സമർപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതല്ല. അങ്ങനെ വരുമ്പോൾ വഖഫ് ഭൂമിയായി ഇതിനെ കണക്കാക്കാനാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ 1950 ശേഷമുള്ള രേഖകളിലൊന്നും തന്നെ ഈ വഖഫ് എന്ന് കൃത്യമായിട്ട് പറയുന്നുമില്ല. അതുകൂടാതെ തന്നെ ഹൈക്കോടതി എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 69 വർഷത്തിന് ശേഷമാണ് വഖഫ് ബോർഡ് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കാലതാമസം ഉണ്ടായത്? അതിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകാനായിട്ട് വഖഫ് ബോർഡിന് ഹൈക്കോടതിയിൽ സാധിച്ചില്ല. അതിലൊരു നീതീകരിക്കാനാകാത്ത കാലതാമസം അതുണ്ടായി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഏറെ പ്രസക്തി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം ജനത ഏകദേശം 370 ദിവസമായിട്ട് സമരം ചെയ്യുന്നുണ്ട്. ഈ മുനമ്പത്തെ ഭൂമി തങ്ങൾക്ക് തിരിച്ചു കിട്ടണം, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമനം ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിൽ ആദ്യഘട്ടത്തിൽ സിംഗിൾ ബെഞ്ച് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്റ്റേ ചെയ്തത്. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് സർക്കാരിന് ആശ്വാസം നൽകിക്കൊണ്ട് ഈ കമ്മീഷനെ തുടരാൻ അനുവദിക്കാനായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടന്നത്. ആ ഉത്തരവിൽ തന്നെയാണ് ഈ വഖഫ് ഭൂമി അല്ല മുനമ്പത്ത് എന്നുള്ള പ്രസക്തമായിട്ടുള്ള നിരീക്ഷണം ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഏറെ ആശ്വാസം മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഇത് നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭൂമിയുടെ മേൽ നടത്തിയിട്ടുള്ളതെന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നിരീക്ഷണം മാത്രമല്ല, അത് രേഖാമൂലം തന്നെ ആ ഓർഡറിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ കേസുകളിലും അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ആ നിരീക്ഷണങ്ങൾ. എന്തായാലും വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട അതിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചതിൽ അപ്പാടെ നിയമവിരുദ്ധതയുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. രേഷ്മ, അതായത് മുനമ്പത്തുകാരുടെ ആശ്വാസം, അവർ എത്രമാത്രം ആശങ്കപ്പെട്ടുവെന്ന് എത്ര നാൾ നമ്മൾ വാർത്ത നൽകിയതാണ്. അവിടേക്ക് ചെന്ന് അവർക്കൊപ്പം നിന്ന് അവരുടെ ആശങ്കകൾ പ്രേക്ഷകരിൽ എത്രയോ വട്ടം നമ്മൾ എത്തിച്ചതാണ്. ഈ വാർത്ത, ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എത്രമാത്രം ആശ്വാസമാണ് അവർക്ക് പകരുന്നത്? അതായത് കൃഷ്ണജി, 2019 ഈ ഭൂമി വഖഫായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് വഖഫ് ബോർഡ് കടന്നത്. അത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീക്കമെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതായത് ഇതിന്റെ എതിർകക്ഷികൾ എന്ന് പറയുന്നത് മുൻപത്തെ തീരദേശ ജനതയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ മറുവാദങ്ങൾ, അവരുടെ പക്കലുള്ള രേഖകൾ ഇതൊക്കെ തന്നെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് വിലയിരുത്തിക്കൊണ്ട് തുടർ നടപടികളാണ് ബോർഡ് എന്നുള്ള രീതിയിൽ വഖഫ് ബോർഡ് സ്വീകരിക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ വഖഫ് ബോർഡ് സ്വീകരിച്ചിരുന്നില്ല. പകരം ഏകപക്ഷീയമായിട്ട് ഇത് ഭൂമി വഖഫാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ റവന്യൂ അവകാശങ്ങൾ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോയി. അതിൽ തന്നെയാണ് ഹൈക്കോടതി നിയമവിരുദ്ധത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ നിലവിൽ ഈ ഹൈക്കോടതി ഈ ഒരു ഉത്തരവിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ളതൊക്കെ തന്നെ മുനമ്പം ജനതയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നുണ്ട്. അത് മാത്രമല്ല, വഖഫ് ബോർഡ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ ഒരു നീതിപീഠം വ്യക്തമാക്കിയ ഒരു സാഹചര്യം. എന്തായാലും നിയമവിരുദ്ധത അപ്പാടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന്. അത് മാത്രമല്ല, ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ആ തർക്കവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന എല്ലാ സാധ്യതകളും അത് സംസ്ഥാന സർക്കാർ പരിശോധിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ശുപാർശകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെ നടപ്പിലാക്കാനുള്ള നടപടികളും പ്രാഥമികമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വെക്കാം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത്
കേവലം അത് ഒന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് അവിടുത്തെ തർക്കം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ശുപാർശകൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തു തന്നെയാണെങ്കിലും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകൾ, ആ ശുപാർശകൾ നടപ്പിലാക്കാനായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൃഷ്ണരാജ്, ഇതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ മുൻപത്തെ വഖഫ് ഭൂമി അല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത് മുൻപ് ജനതയെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. അത് മാത്രമല്ല, വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ശരി, ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണമാണ് വരുന്നത്. മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. 1950 ആധാരപ്രകാരം അത് വഖഫ് ഭൂമി, അത് ദാനമായി നൽകിയ ഭൂമിയാണ്. പിന്നീട് അത് തിരിച്ചുപിടിക്കൽ വ്യവസ്ഥ പ്രകാരം വഖഫ് ഫണ്ടിൻ്റെ ഭൂമി അല്ലാതായി മാറി എന്നാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.